ഒന്നങ്ങണച്ചു കഴിഞ്ഞുടനെ ഒന്നകരക്കം പൂരണ്ടു കൈയിൽ ഒരു ഞെട്ടേലേറ്റ മൂപ്പനന്ന് ഒരു വട്ടം ഓടി ഈ കാട്ടിലൂടെ. ഈ ക്ഷേത്രം ഏതോ ഒരു കാലത്ത് കാട് പിടിച്ച് അന്യമായി നിന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ആരും അറിയപ്പെടാതെ വെറും കൊടുങ്കാടായി നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഈ കാട്ടുജാതിക്കാരായിട്ടുള്ളവർ നായാടിക്കൊണ്ടിരിക്കുന്നവർ നായാടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവരുടെ അമ്പ് അണച്ചു എന്നാ പറയുക. അമ്പ് ഈ മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു കല്ലിൽ ഒരച്ചപ്പോൾ രക്തം കണ്ടെന്നും അവർക്കതൊന്നും അത്ഭുതമാണല്ലോ. അത് മനസ്സിലാവാതെ അവർ ഓടിപ്പോയി. അതപ്പോൾ ഈ കാട്ടുപ്രദേശത്ത് ഇക്കരെ കൊട്ടിയൂരിലുള്ള ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് ഒരു ഇല്ലമാണ് ഉണ്ടായിരുന്നത്, പടിഞ്ഞിട്ട ഇല്ലം. അവിടെ പോയി അവിടുത്തെ ആളെ കാണുകയും ഈ സംഭവം പറയുകയും ചെയ്തു. അവർ ഇയാളെയും കൂട്ടി അടുത്ത പ്രദേശം മണത്തനെയാണ്, ബാക്കിയെല്ലാം കാണാൻ. അവിടെ ചെന്ന് അവിടെയുള്ള 4 വീട്ട് നായന്മാർ, അവരാണ് ഇപ്പോഴത്തെ ഊരാളന്മാർ. ഇവിടെ അവരിൽ ആ നാട്ടിൽ പ്രമാണികളായിട്ടുള്ളവരുണ്ടാവുമല്ലോ ആ കാലത്ത്, അവരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരു പ്രശ്നചിന്തയൊക്കെ നടത്തിയതിന് ശേഷം ഇതിൻ്റെ പ്രാധാന്യം അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഇതൊരു ശിവലിംഗമായിരുന്നെന്നും അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ് ഐതിഹ്യകഥ. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം പറയുന്നത്. ഉത്ഭവമല്ല, ഒരു കാലത്തുണ്ടായിരിക്കാം. അത് മൺമറഞ്ഞു പോയത് വീണ്ടും അത് പുനർജനിക്കാൻ കാരണം അതാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നും മണത്തനെയുള്ള 4 വീട്ടുകാരെ ഊരാളന്മാരായിട്ട് സങ്കല്പിക്കുന്നത്. അവരുടെ പ്രാതിനിധ്യത്തിൽ പെട്ടതാണ് ഈ ഉത്സവ അടിയന്തരങ്ങളിൽ മുഴുവൻ ആദ്യവും അവസാനം അവരുണ്ടായിരിക്കും. അതായത് ഒരു കാട്ടുജാതിക്കാരനായിട്ടുള്ള ഒരാളാണല്ലോ ഇത് ചെയ്തെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഓർമ്മക്കായാണ് ഇവിടുത്തെ നീരെഴുന്നള്ളത്ത് ഇതിലെ ആദ്യമായിട്ട് ഈ സ്ഥാനം തേടി വരികയാണ്. ഇപ്പോൾ ഉത്സവം കഴിഞ്ഞാൽ 11 മാസം ഇപ്പോൾ കാട് തന്നെയല്ലേ. അതിൻ്റെ പഴയ ഓർമ്മയ്ക്ക് വേണ്ടി പടിഞ്ഞിട്ട നമ്പൂതിരി, അതേപോലെ ഈ ഊരാളന്മാർ, ഇങ്ങനെയുള്ള കുറച്ച് അടിയന്തരക്കാരുണ്ട്. അതുപോലെ മഴക്കാലത്താണ് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലെ ഉത്സവം അവിടുത്തെ ആരവങ്ങളൊക്കെ കഴിയുന്ന ഒരവസരത്തിൽ, വിഷു കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പുതുമഴ വരുന്ന സമയത്താണ് ഈ ഉത്സവത്തിൻ്റെ ആരംഭം. നല്ല മഴക്കാലത്താണ് ഇതിന് ഏറ്റവും നല്ല ഒരു അന്തരീക്ഷമുള്ളത്. ജനങ്ങളൊക്കെ ആ നനഞ്ഞ് കുളിച്ച് വരുന്ന അവർക്ക് ആത്മസംതൃപ്തി തന്നെയാണ്. ഇവിടെ വേനലിൻ്റെ ആ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞ് തണുപ്പ് വരുന്ന ഈ സമയത്ത് മഴയില്ലെങ്കിൽ ഈ ഉത്സവത്തിന് ഒരു തരത്തിലുള്ള മനോഹാരിത ഇല്ല എന്ന് തന്നെ പറയണം. മഴയാണ് ഇതിൻ്റെ ഒരു ശരിയായ ഘടകമെന്ന് തന്നെ പറയാം.
ഈ അവസരത്തിൽ പാവലിയിൽ വെള്ളം നിറഞ്ഞു, പിന്നെ തിരുവഞ്ചിറ നിറഞ്ഞു. ആ അവസരത്തിൽ വന്നിവിടെ നോക്കിയാൽ ചെളിയായിരിക്കും. ആ ചെളിയെല്ലാം എടുത്ത് കളഞ്ഞ് പാവലിയിലത്തെ വെള്ളം ഇങ്ങോട്ടേക്ക് തിരിച്ചു വിട്ട് അതാണ് തിരുവഞ്ചിറയായിട്ട്. ആ തിരുവഞ്ചിറയുടെ പ്രദക്ഷിണ വഴിയിലൂടെ ജനങ്ങൾ നടന്നും പിന്നെ മറ്റു തരത്തിൽ ശയന പ്രദക്ഷിണം നടത്തിയും വേറെ എവിടെയും കാണാത്തതാണ് ജലത്തിലൂടെയുള്ള പ്രദക്ഷിണം. ഇവിടെ ശയന പ്രദക്ഷിണം നടത്തുന്നു ഈ വെള്ളത്തിലൂടെ. ഇവിടെ ജലവുമായിട്ട് പ്രകൃതിയായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു ഉത്സവമായിട്ട് തന്നെ ഇതിനെ കാണാം. ഞാൻ KC സുബ്രഹ്മണ്യൻ നായർ. ഇതിൽ സാധാരണ നിലയിൽ ഞാൻ എൻ്റെ പേരിൽ KC സുബ്രഹ്മണ്യനെ പറയാറുള്ളൂ റെക്കോർഡിൽ. പക്ഷേ ഈ സ്ഥാനത്ത് വരുമ്പോൾ ഒരു സ്ഥാനപ്പേര് എല്ലാവർക്കും അവരുടെ പേര് തന്നെ ആയിരിക്കില്ല ചിലത്. അതാണൊരു പ്രത്യേകത. ഈ യാഗവുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമാണിത്, കൊട്ടിയൂർ ഉത്സവം. അപ്പോൾ പിന്നെ ഈ വാള് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നുണ്ട് ചപ്പാരത്തിൽ മണത്തണ. അവരെ വാളശന്മാരെന്നാണ് പറയാം. അവർക്ക് ആ പേര് ഇവിടുന്ന് കൊടുക്കണം. യഥാർത്ഥ പേര് വേറെ ആയിരിക്കാം, പക്ഷേ ഇവിടെ നിന്നൊരു സ്ഥാനപ്പേര് വേണം. അതുപോലെ നോക്കിയാൽ ഈ വാദ്യക്കാർ അവർക്ക് പ്രത്യേക പേരുണ്ട്. ഏത് കാര്യത്തിൽ ആ മച്ചിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ ഈ അരി മറ്റങ്ങനെയുള്ള നിവേദ്യ സാധനങ്ങൾ കലവറയിൽ നിന്ന് അവിടെ എത്തിക്കണം. അതിനെ മേലെത്തിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അതതിൻ്റെ ചിട്ടയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മച്ചിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഈ സാധനങ്ങളും വെക്കുന്നത് വളരെ സുരക്ഷിതമായിട്ട്. മച്ചൻ എന്നാണ് പേര്. അത് ഇവിടുത്തെ പേര് മാത്രമാണ്. അങ്ങനെ ഓരോ ആളെ സംബന്ധിച്ച് നോക്കിയാലും പ്രത്യേകം പേരുകൾ കാണാം. അത് പഴയ ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സാധാരണ നമുക്കെല്ലാം ഒരു പേരല്ലേ ഉണ്ടാകും. ഞാൻ പറഞ്ഞത് എൻ്റെ പേരിൽ നിന്നാണ് തുടങ്ങിയത്. ഞാൻ എൻ്റെ പേര് മാത്രമാണ് പറഞ്ഞത്. എൻ്റെ സമുദായം അത് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നാൽ ഇത് ചേർക്കണം എന്നാണ് നിയമം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നെ എൻ്റെ റെക്കോർഡിലൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ വന്നാൽ അങ്ങനെ ചെയ്യും. ഇതാ ഞാൻ ഇരിക്കുന്ന ഈ മുറി, ഇതിലൊരു കട്ടിൽ കാണാം. ഇത് പറം എന്നാണ് പറയുക. പലക ഇട്ടിട്ടുള്ള പഴയ കാലത്ത് മുള ചതച്ച് പലകയാക്കിയിട്ട് അതിലാണ് കിടക്കുന്നത്. ഈ അടിയന്തരക്കാർ പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ നമ്പൂതിരിമാരായാലും അവർക്കും പറം എന്നാണ് ഇവിടുത്തെ ആൾ പറയുന്ന വാക്ക്.